ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് നേറ്റോ, UAPA, ട്രായ്, വൺ നേഷൻ വൺ ഇലക്ഷൻ, പ്ലേസസ് ന്യൂസ് ആയിട്ട് ഇറ്റലി. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നേറ്റോയെ കുറിച്ചാണ്. അപ്പോൾ നേറ്റോയെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആ യുദ്ധം ഏകദേശം 2 വർഷത്തിൽ കൂടുതലായി നടക്കുന്നു. അപ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനകത്ത് റഷ്യ യുക്രൈനെതിരായിട്ട് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ റഷ്യനെ ഒറ്റപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു സമ്മിറ്റ് ഇപ്പോൾ യൂറോപ്പിൽ വെച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് റഷ്യ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും അതിന് അദ്ദേഹം കണ്ടീഷനായിട്ട് പറയുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, റഷ്യ പിടിച്ചെടുത്തിട്ടുള്ള ടെറിട്ടറീസിൽ നിന്ന് യുക്രൈൻ പിന്മാറണം. അതായത് യുക്രൈന്റെ ഏകദേശം വലിയൊരു വിഭാഗം സ്ഥലങ്ങളിൽ നിന്ന്, ഈസ്റ്റേൺ യുക്രൈനിൽ നിന്ന് പൂർണ്ണമായിട്ടും യുക്രൈൻ പിന്മാറണം, ആ സ്ഥലം റഷ്യക്ക് കൊടുക്കുന്നത് പോലെ അവർ അംഗീകരിക്കണം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് യുക്രൈൻ ഒരിക്കലും നേറ്റോയിൽ ജോയിൻ ചെയ്യില്ല, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അമേരിക്കൻ നേതൃത്വം നൽകുന്ന സൈനിക സഖ്യത്തിനകത്ത് ജോയിൻ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പും കൊടുക്കണം. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു പ്രപ്പോസലിനെ വെസ്റ്റേൺ പവേഴ്സ് എല്ലാവരും അതുപോലെ തന്നെ യുക്രൈനൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഇന്നത്തെ ഹിന്ദുവിനകത്താണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസിനകത്താണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വേൾഡ് പേജിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വാർത്ത എടുത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേറ്റോ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേറ്റോ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് ഈ സംഘടനയുടെ ഫുൾ ഫോം. ഇത് ബേസിക്കലി ഒരു കോൾഡ് വാർ എറ മിലിറ്ററി അലയൻസ് ആണെന്ന് പറയാം. അതായത് ശീതയുദ്ധം നടക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയനെതിരായിട്ട് യൂറോപ്പിൽ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാലോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ പ്രതിരോധിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ആന്റി സോവിയറ്റ് മിലിറ്ററി അലയൻസ് ആയിട്ട് പറയുമ്പോൾ ഇവർ പറയാ നേറ്റോ എന്ന് പറയുന്നത് പ്യൂർലി ഒരു ഡിഫൻസീവ് അലയൻസ് ആണെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒന്നുമല്ല, സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള മിലിറ്ററി ത്രെട്ടിനെ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിന് നേരിടുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്പിൽ തന്നെ ഒരു മിലിറ്ററി അലയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ നേറ്റോയുടെ പർപ്പസ്. അത്തരത്തിൽ കോൾഡ് വാറിന്റെ സമയത്ത് 1949 ഫോം ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററി അലയൻസ് ആണ് നേറ്റോ, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ നേറ്റോക്കകത്ത് നിലവിൽ 32 അംഗരാജ്യങ്ങളാണുള്ളത്. ഇപ്പോൾ സ്വീഡനും ഫിൻലൻഡും ഒക്കെയാണ് ഇതിനകത്ത് അവസാനമായിട്ട് ഇപ്പോൾ റീസെന്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നേറ്റോന് സാധാരണഗതിയിൽ പറയാറുള്ളത് ഇതൊരു എന്താണ്, അറ്റ്ലാന്റിക് ഓഷന്റെ 2 സൈഡിലായിട്ട് കിടക്കുന്ന വെസ്റ്റേൺ പവേഴ്സിന്റെ ഒരു മിലിറ്ററി അലയൻസ് ആണെന്നാണ് പറയാറുള്ളത്. ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് അലയൻസ് ആണെന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള അമേരിക്ക, കാനഡ എന്നീ 2 രാജ്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള യൂറോപ്പിൽ നിന്നുള്ള, ഇനീഷ്യലി വെസ്റ്റേൺ യൂറോപ്പിലുള്ള രാജ്യങ്ങളായിരുന്നു ഇതിനകത്ത് അംഗരാജ്യങ്ങളായിരുന്നെങ്കിൽ പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഈസ്റ്റേൺ യൂറോപ്പിലും സെൻട്രൽ യൂറോപ്പിലുള്ള കുറെ രാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ പോലുള്ള ബാൾട്ടിക് സ്റ്റേറ്റുകൾ ഉൾപ്പെടെയുള്ള ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നുള്ള രാജ്യങ്ങളടക്കം ഈ പറഞ്ഞ നേറ്റോയിലെ അംഗരാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കോൾഡ് വാർ സിനാരിയോയിലാണ് നേറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ നേറ്റോയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് കാരണമായിട്ടുള്ള ഇവരുടെ ഫൗണ്ടിങ് ഡോക്യുമെന്റ് അറിയപ്പെടുന്നത് വാഷിംഗ്ടൺ ട്രീറ്റി എന്നുള്ള പേരിലാണ്. അതിനെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി എന്നും വിളിക്കാറുണ്ട്. ഇത് വാഷിംഗ്ടണിൽ വെച്ച് സൈൻ ചെയ്തതുകൊണ്ടാണ് ഇതിനെ വാഷിംഗ്ടൺ ട്രീറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വാഷിംഗ്ടൺ ട്രീറ്റിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നേറ്റോയിൽ യുക്രൈനൊക്കെ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് റഷ്യക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട വൺ ഓഫ് ദി ക്ലോസ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ പറയുന്ന അമേരിക്ക അവരുടെ സൈന്യത്തിനെ ഈ പറയുന്ന നേറ്റോ മെമ്പർ കൺട്രീസിൽ ഡിപ്ലോയ് എന്നുള്ള ഒരു പ്രശ്നമാണ്. അത് റഷ്യയുടെ ഡിറ്ററൻസിനെ വലിയ രീതിയിൽ ബാധിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ നേറ്റോയുടെ ഫൗണ്ടിങ് ഡോക്യുമെന്റ് ആയിട്ടുള്ള വാഷിംഗ്ടൺ ട്രീറ്റിയുടെ ആർട്ടിക്കിൾ 5 പറയുന്ന കാര്യങ്ങളാണ്. ഈ ആർട്ടിക്കിൾ 5 പറയുന്നത് നേറ്റോയിലെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിനെതിരായിട്ട് പുറത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു എക്സ്റ്റേണൽ പവറിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആർട്ടിക്കിൾ 5 ഇൻവോക്ക് ചെയ്യാം. ഇങ്ങനെ ആർട്ടിക്കിൾ 5 ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേറ്റോക്ക് എതിരായിട്ടുള്ള ഒരു ആക്രമണമായിട്ട്, അതായത് ആ ഒരു അംഗരാജ്യത്തിനെതിരായിട്ടല്ല, നേറ്റോ അലയൻസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്രമണമായിട്ട് കണക്കാക്കും. ഇനി നേറ്റോ അലയൻസിനകത്തുള്ള മറ്റുള്ള രാജ്യങ്ങൾ ഈ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ സൈന്യത്തെ അയക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഈ ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ നേറ്റോയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ ഒന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റഷ്യക്ക് ഇത് വലിയൊരു ത്രെട്ടായിട്ട് അവർക്ക് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി നേറ്റോ എന്ന് പറയുന്ന സംഘടനയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബെൽജിയത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസിലാണ്. ഇപ്പോൾ അവരുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ജെൻ സ്റ്റോളംബർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേറ്റോ എക്സ്റ്റേണൽ അഗ്രഷനിൽ നിന്ന് അവരുടെ മെമ്പർ സ്റ്റേറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഈ വാഷിംഗ്ടൺ ട്രീറ്റിയിൽ ഉണ്ടെങ്കിലും ആ രാജ്യങ്ങൾക്ക് അകത്ത് നടക്കുന്ന സിവിൽ വാർ പോലുള്ള ഇന്റേണൽ ഇഷ്യൂസിൽ നിന്ന് അംഗരാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒന്നും ഈ നേറ്റോയുടെ ഫൗണ്ടിങ് ട്രീറ്റിക്കകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നേറ്റോയിലെ അംഗരാജ്യങ്ങളുടെ ഡിഫൻസ് സ്പെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഇവർക്കിടയിലുള്ള ഒരു കൺസെൻസസ് എന്ന് പറയുന്നത്
ഈ നേറ്റോയിലെ മെമ്പർ സ്റ്റേറ്റുകളെല്ലാം തന്നെ അവരുടെ GDP-യുടെ 2% വെച്ച് ഡിഫൻസ് ബഡ്ജറ്റിന് വകയിരുത്തണം എന്നാണ്. പക്ഷേ യൂറോപ്പിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും ഇത് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ നേറ്റോ എന്ന് പറയുന്നത് ലാർജ്ലി ഒരു US അലയൻസ് ആണെന്ന് പറയേണ്ടി വരും. കാരണം നേറ്റോയുടെ ടോട്ടൽ ബഡ്ജറ്റിന്റെ ഏകദേശം 75% അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നിരുന്ന സമയത്ത് അദ്ദേഹം ഇത്തരത്തിൽ ഈ നേറ്റോയിലെ അംഗരാജ്യങ്ങൾ അവരുടെ ബഡ്ജറ്റ് കോൺട്രിബ്യൂഷൻ, ഡിഫൻസ് കോൺട്രിബ്യൂഷൻ കൂട്ടിയിട്ടില്ലെങ്കിൽ അമേരിക്ക നേറ്റോ പിരിച്ചുവിടുന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ്. ഇത് അമേരിക്കക്ക് വലിയ രീതിയിൽ അവരുടെ പബ്ലിക് എക്സ്ചെക്കറിന് വലിയ രീതിയിൽ ചെലവുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ നേറ്റോ എന്ന് മനസ്സിലാക്കുക. അതേസമയം അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും ഇത്തരത്തിൽ എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് UAPA അല്ലെങ്കിൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിനെ കുറിച്ചാണ്. സോ ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയിൽ ഒരു അറിയപ്പെടുന്ന ഓതറും അതുപോലെ തന്നെ ഒരു സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള അരുന്ധതി റോയ്ക്കെതിരായിട്ട് ഒരു 14 വർഷം മുമ്പ്, അതായത് 2010 അവർ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ പേരിൽ അവർക്കെതിരായിട്ട് ഒരു FIR ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ അവർക്കെതിരായിട്ട് UAPA നിയമം അനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസിക്യൂഷൻ അനുമതി ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ നൽകിയതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1 നിന്നാണ് നമ്മൾ ഈ ഒരു വാർത്ത എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ UAPA ആക്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. UAPA എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സിവിൽ റൈറ്റ്സ് ഗ്രൂപ്പുകളും ഒരു ഡ്രാക്കോണിയൻ ലോ ആണ്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്തൊരു ഡ്രാക്കോണിയൻ ലോ ആണെന്ന് വിലയിരുത്തുന്ന ഒരു നിയമമാണ്, അല്ലെങ്കിൽ കരിനിയമമാണെന്ന് പറയുന്ന നിയമമാണ് UAPA എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞ UAPA നിയമത്തിന്റെ ഒരു ബ്ലേറ്റന്റ് ആയിട്ടുള്ള മിസ്യൂസ് ആയിട്ടാണ് പല ആളുകളും ഈ അരുന്ധതി റോയ്ക്കെതിരായിട്ടുള്ള ഈ പ്രോസിക്യൂഷൻ നടപടികളെ കാണുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു UAPA ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ UAPA അല്ലെങ്കിൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത് 1967 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ്. നിലവിൽ ഇന്ത്യയിൽ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെററിസം പോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ ഒരു പ്രീമിയർ ലോ എന്ന് പറയുന്നത്, ടെററിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ്. പക്ഷേ അത് ഇനീഷ്യലി 1967 എനാക്ട് ചെയ്യുന്നത് അന്ന് നാഗാലാൻഡ് പോലുള്ള ചില നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നടന്നിട്ടുണ്ടായിരുന്ന വലിയ രീതിയിലുള്ള സെഷനിസ്റ്റ് മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന കുറെ മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. ആ മൂവ്മെന്റുകൾ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അന്ന് ഗവൺമെന്റ് അല്ലെങ്കിൽ അന്ന് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ആക്ടിവിസ്റ്റുകൾക്കൊന്നും എതിരായിട്ട് UAPA നിയമം ചുമത്തുന്ന പരിപാടി അന്ന് അധികാരിയായിട്ട് ഉണ്ടായിരുന്നില്ല. അന്നത് വന്നിട്ടുണ്ടായിരുന്ന ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് ഇതാണ്. അപ്പൊ ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് ഇന്ത്യൻ ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിന് ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു നിയമമാണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന് വലിയ രീതിയിലുള്ള അധികാരങ്ങളുണ്ട്. അപ്പോൾ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ സംഘടനകളെ അൺലോഫുൾ ഓർഗനൈസേഷൻസ് ആയിട്ട് പ്രഖ്യാപിക്കാം, അതായത് സംഘടനകൾ നിരോധിത സംഘടനകളായിട്ട് പ്രഖ്യാപിക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ സംഘടനകൾ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ അമെന്റ്മെന്റ് ഒക്കെ അനുസരിച്ച് ഈവൻ ഇൻഡിവിജ്വൽസിനെ വരെ ഇവർക്ക് ടെററിസ്റ്റുകളായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി അതുപോലെ തന്നെ 2022 നാഷണൽ ക്രൈംസ് റിപ്പോർട്ട് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ UAPA കേസുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഈ നിയമം അനുസരിച്ച് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ജാമ്യം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇടക്കാലത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണഗതിയിൽ നമ്മളൊരു ലീഗൽ പാർലമെന്റിൽ പറയുന്ന ഒരു കാര്യമാണ് ബെയിൽ ഈസ് ദി നോം, ജയിൽ ഈസ് ദി എക്സെപ്ഷൻ എന്ന് പറയും. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പറ്റുമെങ്കിൽ ജാമ്യം കൊടുക്കണം, അയാളെ കസ്റ്റഡിയിൽ വിടുക അല്ലെങ്കിൽ അയാളെ ജയിലിൽ അടക്കുക എന്നുള്ളത്, വിചാരണ തടവുകാരനായിട്ട് വെക്കുക എന്നുള്ളത് ഒരു എക്സെപ്ഷൻ ആണെന്ന് പറയുന്നത്. പക്ഷേ സുപ്രീം കോടതി ഇടക്കാലത്ത് UAPA കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് വലിയ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പരാമർശമായിരുന്നു. പക്ഷേ സുപ്രീം കോടതി എന്നാലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് UAPA കേസിൽ ജയിൽ ഈസ് ദി നോം, ബെയിൽ ഈസ് ദി എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന ഒരു നിയമമാണെന്നുള്ള ആരോപണം നേരിടുന്ന ഒരു നിയമമാണ്. അപ്പൊ അതിനകത്ത് എസ്പെഷ്യലി അടുത്ത കാലത്തായിട്ട് വലിയ രീതിയിൽ UAPA കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനകത്ത് പലതും വിചാരണ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. ഇനി ഈ പറഞ്ഞ UAPA നിയമത്തിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെററിസ്റ്റ് എൻറ്റിറ്റീസിനെ ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ഒരു സംഘടനയെ ഒരു ടെററിസ്റ്റ് എൻറ്റിറ്റി ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു അൺലോഫുൾ ഓർഗനൈസേഷൻ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. രണ്ടാമതായിട്ട് ഈ UAPA വന്നിട്ടുള്ള റീസെന്റ് അമെന്റ്മെന്റ് അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിന് ഇൻഡിവിജ്വൽസിനെ ടെററിസ്റ്റുകളായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ NIAക്ക് ചില അധികാരങ്ങൾ UAPA റീസെന്റ് വന്നിട്ടുള്ള അമെന്റ്മെന്റ്
കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ടെററിസം പോലുള്ള ആക്ടിവിറ്റീസിന്റെ കേസിൽ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് NIA പെർമിഷനോട് കൂടിയിട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ സീസ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഓക്കെ, നേരത്തെ അത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് ചെയ്യാൻ പറ്റിയിരുന്നത്. ഇപ്പൊ NIA DGയുടെ പെർമിഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്രൂവലിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ NIAയുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് പവേഴ്സ് ഈ പുതുതായിട്ട് അവസാനമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന അമെന്റ്മെന്റ് വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ സപ്രഷൻ ഓഫ് ആക്ട്സ് ഓഫ് ന്യൂക്ലിയർ ടെററിസം എന്ന് പറയുന്ന 2005 ഒരു കൺവെൻഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇപ്പൊ റീസെന്റ് ഈ പറയുന്ന ഈ UAPA അകത്ത് വന്നിട്ടുണ്ടായിരുന്ന അമെന്റ്മെന്റിനകത്ത് അത് ഈ പറയുന്ന UAPA അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഷെഡ്യൂൾഡ് ട്രീറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ ഒരു ട്രീറ്റ് കൂടി, ഈ ഒരു ഇന്റർനാഷണൽ ട്രീറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ട്രായ് ആണ്, അല്ലെങ്കിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. സോ ട്രായുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 11 ഒരു വാർത്തയുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ട്രായ് അല്ലെങ്കിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടെലികോം സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ് ട്രായ് എന്ന് പറയുന്നത്. 1997 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ട്രായ് ആക്ട് എന്നറിയപ്പെടുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ടെലികോം സെക്ടറിനെ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്ററാണ് ട്രായ് എന്ന് പറയുന്നത്. ഈ നിയമം അനുസരിച്ച് ട്രായുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും അതുപോലെ തന്നെ 2 പേരിൽ കൂടാത്ത ഫുൾ ടൈം മെമ്പേഴ്സും അതുപോലെ തന്നെ 2 പേരിൽ കൂടാത്ത പാർട്ട് ടൈം മെമ്പേഴ്സും ആണ് ഇതിന്റെ കോമ്പോസിഷൻ ആയിട്ട് പറയുന്നത്. ഈ മെമ്പേഴ്സിനെയും ചെയർപേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വൺ നേഷൻ വൺ ഇലക്ഷൻ ആണ്. ഇതും നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് വീണ്ടും പറയാനുള്ള കാരണം ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രപ്പോസൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ ഗവൺമെന്റ് നേരത്തെ ഒരു ഹൈ പവേർഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു റിപ്പോർട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഒക്കെ മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് ക്യാബിനറ്റിന്റെ മുന്നിൽ ലോ മിനിസ്റ്ററോട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 9 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രപ്പോസലിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രപ്പോസൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ജനങ്ങൾ നേരിട്ട് വോട്ടിങ്ങിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഡയറക്റ്റ് ഇലക്ഷൻസിന്റെ കേസിൽ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ 3 തരത്തിലുള്ള ഡയറക്റ്റ് ഇലക്ഷൻസ് ആണ് നടക്കുന്നത്. ഒന്ന് ലോക്സഭയിലേക്ക്, 2 സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, 3 ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിലേക്ക്, അതായത് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റീസിലേക്കും. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ ഇലക്ഷൻസ് പല സമയങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ഡിഫിക്കൽട്ടീസ് ഈ പല സമയത്തായിട്ട് ഇലക്ഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഈ ഇലക്ഷൻസ് എല്ലാം തന്നെ ഒരുമിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ സെൻട്രലിന്റെ, അതായത് ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും കേസിൽ ആദ്യം നടന്നിട്ടുള്ള 3 ഇലക്ഷൻസും സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് പല സംസ്ഥാനങ്ങളിലും ഈ പ്രസിഡൻസ് റൂളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും തൂക്കുസഭയൊക്കെ വരുന്നത് കാരണമാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ പിന്നീട് ഇടക്കാല തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ആ സൈക്കിൾ ബ്രേക്ക് ആവുന്നത്. അപ്പോൾ അത് വീണ്ടും റിവേഴ്സ് ചെയ്തുകൊണ്ട് ഇതെല്ലാം കൂടി സൈമൾട്ടേനിയസ് ആയിട്ട് നടത്തുക എന്നുള്ളതാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ പ്രപ്പോസലിന്റെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നടപ്പിലാക്കുന്നുള്ളതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈ പവേർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട പ്രപ്പോസൽസ് എന്ന് പറയുന്നത് ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻസ് ഒരുമിച്ച് ഡിഫറെന്റ് ഫേസസ് ആയിട്ട്, അപ്പോൾ നമ്മൾ ലോക്സഭ ഇലക്ഷൻ ഒക്കെ നടക്കുന്നത് പോലെ ഒരുമിച്ച് നടത്തണം എന്നാണ്. അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിലേക്കുള്ള, അതായത് മുനിസിപ്പാലിറ്റീസിന്റെയും പഞ്ചായത്തിന്റെയും ഇലക്ഷനും ഒരുമിച്ച് നടത്തണം. പക്ഷെ അതിനകത്ത് ഒരു സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇലക്ഷൻ നടത്തുന്ന സമയത്തും ഈ ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 100 ദിവസത്തിനകത്ത് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിലേക്കുള്ള ഇലക്ഷൻ നടത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഏകദേശം സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്, വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഈ പറയുന്ന റെക്കമെൻഡേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 15ഓളം അമെൻമെന്റുകൾ വരുത്താനാണ് ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പുതിയ ചില പ്രൊവിഷൻസ് ആഡ് ചെയ്യേണ്ടി വരും, ചില പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടത്തി കഴിഞ്ഞാലും വീണ്ടും ഈ പ്രസിഡൻസ് റൂളോ അല്ലെങ്കിൽ
ഈ നിയമസഭകളോ അല്ലെങ്കിൽ ലോക്സഭയോ ഒക്കെ നേരത്തെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ആവില്ലേ എന്നുള്ളതാണ്. അപ്പൊ അതിന് പകരം ചില പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആർട്ടിക്കിൾ 82A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ ആഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നത് ഈ ആർട്ടിക്കിൾ 82, ഈ പ്രപ്പോസ്ഡ് ആർട്ടിക്കിൾ 82-നകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെ ടേം എന്ന് പറയുന്നത് ലോക്സഭയുമായിട്ട് കോട്ടർമിനസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ ലോക്സഭയുടെ കാലാവധി തീരുന്ന സമയത്ത് അതിന്റെ കൂടെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെ കാലാവധിയും കൂടി തീരുന്ന രീതിയിൽ കോട്ടർമിനസ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അടുത്ത ലോക്സഭ ഇലക്ഷന്റെ സമയത്ത് എല്ലാ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും കാലാവധി ഒരുമിച്ച് തീരും. അപ്പോൾ ഒരുമിച്ച് ഇലക്ഷൻ നടത്താൻ പറ്റും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 2029 വരെയാണ്. അപ്പൊ 29 മുമ്പ് ഇലക്ഷൻ നടന്നിട്ടുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് 2026 ഇലക്ഷൻ നടക്കും. 31 വരെ ആയിരിക്കും അവർക്ക് നോർമലി 5 വർഷത്തെ ടേന്യൂർ ഉണ്ടാകുക. പക്ഷെ അത് 29 അവസാനിക്കുന്ന രീതിയിൽ അമെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇടക്കാലത്ത് ഈ പറയുന്ന പ്രസിഡൻസ് റൂളോ അല്ലെങ്കിൽ ഇടക്കാലത്ത് തെരഞ്ഞെടുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പുതുതായിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആണെങ്കിലും ലോക്സഭയുടെ ആണെങ്കിലും ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിന്റെ ആണെങ്കിലും ടേന്യൂർ എന്ന് പറയുന്നത് ഈ 5 വർഷത്തിന്റെ റിമൈനിങ് ടേന്യൂർ ആയിട്ട് ഇനി മുതൽ അറേഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഇതിനകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രപ്പോസ് ചെയ്തിട്ടുള്ള അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 327 അമെന്റ് ചെയ്തുകൊണ്ട് പാർലമെന്റിന് ഇലക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരം എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കൂടി പാർലമെന്റിന് കൊടുക്കുന്ന രീതിയിൽ ആർട്ടിക്കിൾ 327 അമെന്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തൂക്കുസഭ വരിക, നോ കോൺഫിഡൻസ് മോഷൻ, അതുപോലെ തന്നെ പ്രസിഡൻസ് റൂൾ പോലുള്ള കേസുകളിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാലും അവർക്ക് ഈ റിമൈനിങ് ടൈനർ മാത്രമായിരിക്കും പുതുതായിട്ട് ഇലക്ഷൻ നടത്തിയിട്ട് വന്നിട്ടുള്ള അസംബ്ലിക്ക് അല്ലെങ്കിൽ ലോക്സഭയ്ക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആർട്ടിക്കിൾ 324A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ ആഡ് ചെയ്തുകൊണ്ട് ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിലേക്കുള്ള ഇലക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരവും പാർലമെന്റിന് കൊടുക്കുന്ന രീതിയിൽ മാറ്റണം എന്ന് ഈ കമ്മിറ്റി റെക്കമെൻഡേഷനകത്ത് പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഇതിന്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇലക്ഷൻ എക്സ്പെൻസസ് കുറക്കാൻ പറ്റും ഒരുമിച്ച് ഇലക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വോട്ടേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ പറ്റും. കാരണം ഇപ്പോൾ 5 വർഷത്തിൽ 3 പ്രാവശ്യം വന്ന് വോട്ട് ചെയ്യുന്നതിനെക്കാട്ടും ആളുകൾക്ക് ഈസി ആയിരിക്കും ഒരിക്കൽ മാത്രം വോട്ട് ചെയ്യുക എന്നുള്ളത്. രണ്ടാമതായിട്ട് ഈ സെക്യൂരിറ്റി ഫോഴ്സസിനെ ഇലക്ഷൻ ഡിപ്ലോയ്മെന്റിന് ഇടുന്നുണ്ട് അല്ലെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഡിപ്ലോയ് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ സെക്യൂരിറ്റി ഫോഴ്സസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആന്റി നക്സൽ ഓപ്പറേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇത് നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഫോഴ്സസിനെ കുറച്ചും കൂടി ഫ്രീ അപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാസ്റ്റ്, റിലീജിയൻ, കമ്മ്യൂണിസം പോലുള്ള കാര്യങ്ങളുമായിട്ട് അതായത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇത് വലിയ രീതിയിൽ ഫ്ലെയർ അപ്പ് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ്. അപ്പോൾ അത് കുറക്കാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് ഫെഡറൽ പ്രിൻസിപ്പിൾസിനെ നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം സംസ്ഥാന നിയമസഭകൾക്കൊക്കെ ഉള്ള ഒരുപാട് അധികാരങ്ങൾ ഈ അമെന്റ്മെന്റുകളിലൂടെ ഇല്ലാതാവും. അതുപോലെ തന്നെ ഈ റീജിയണൽ പാർട്ടീസ് ഈ പറയുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ പ്രപ്പോസലിനെ വലിയ രീതിയിൽ ഒപ്പോസ് ചെയ്യാനുള്ള കാരണം ഇത് വോട്ടിംഗ് പാറ്റേണിനെ അഫക്ട് ചെയ്യുന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷൻസിലും നിയമസഭാ ഇലക്ഷൻസിലും ലോക്കൽ ഇലക്ഷൻസിലും ആളുകൾ വോട്ട് ചെയ്യുന്ന പാറ്റേൺ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത് ഒരുമിച്ച് നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാഷണൽ പാർട്ടീസ് അവർക്ക് വലിയ രീതിയിലുള്ള മുൻകൈ കിട്ടാനുള്ള അല്ലെങ്കിൽ മുൻതൂക്കം കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ 3 ഇലക്ഷൻസ് ഒരുമിച്ച് നടത്തുന്ന സമയത്ത് മാസീവ് ആയിട്ടുള്ള ഇലക്ഷൻ മിഷനറി ആവശ്യമാണ്. റീജിയണൽ ഇഷ്യൂസ് അണ്ടർമൈൻ ചെയ്യപ്പെടും. കാരണം ഇപ്പോൾ നമ്മൾ ലോക്സഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ നാഷണൽ ഇഷ്യൂസ് ആണ് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടാറുള്ളത്. സംസ്ഥാന ഇലക്ഷൻസ് വരുന്ന സമയത്ത് സ്റ്റേറ്റിന്റെ കാര്യങ്ങളാണെങ്കിൽ, ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ചർച്ച ചെയ്യപ്പെടുക. പക്ഷേ ഇത് ഒരുമിച്ച് നടത്തുന്ന സമയത്ത് ഈ നാഷണൽ പാർട്ടീസിന്റെ കയ്യിൽ ഒന്ന് വലിയ രീതിയിലുള്ള ഫണ്ടിങ്ങും റിസോഴ്സസും അവർക്കാണ് ഉണ്ടാകുക. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി വലിയ രീതിയിലുള്ള പ്രചരണം നടത്താൻ പറ്റും. അപ്പോൾ റീജിയണൽ പാർട്ടീസിനെ ഇത് അണ്ടർമൈൻ ചെയ്യും. രണ്ടാമത് റീജിയണൽ ഇഷ്യൂസിന് വലിയ രീതിയിൽ ആളുകളുടെ ശ്രദ്ധ കിട്ടാത്ത അവസ്ഥ വരും. കാരണം മീഡിയാസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നാഷണൽ ഇഷ്യൂസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ റീജിയണൽ ഇഷ്യൂസ് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഇതിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയാം. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഇറ്റലിയാണ്. അപ്പോൾ ഇറ്റലിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്രാവശ്യത്തെ G7 സമ്മിറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് ഇറ്റലിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ G7 സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്ത വരുന്നുണ്ട്. എപ്പോഴും അതിനകത്ത് ഇറ്റലി എന്നുള്ള പരാമർശം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇറ്റലിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇറ്റലി എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ യൂറോപ്പിന്റെ സദേൺ പാർട്ടിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. മെഡിറ്ററേനിയൻ സീയിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു രാജ്യമാണ്, ഒരു പെനിൻസുല പോലെ കിടക്കുന്ന രാജ്യമാണ്
ഇറ്റലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മെഡിറ്ററേനിയൻ സീയുടെ ഒരു മിഡിൽ പാർട്ടിലായിട്ടാണ് ഇറ്റലി കിടക്കുന്നത്. ഇനി ഇവരുടെ അതിർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ, സ്ലൊവേനിയ എന്നീ രാജ്യങ്ങളുമായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള മൈക്രോ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് വത്തിക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ വത്തിക്കാൻ സിറ്റി, അതുപോലെ തന്നെ സാൻ മരീനോ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട്. ഇതൊക്കെ ആയിട്ട് ഇറ്റലി അതിർത്തി പങ്കിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റലിക്ക് സ്വിറ്റ്സർലാൻഡിനകത്ത് ഒരു കാമ്പിയോണ എന്ന് പറയുന്ന ഒരു ടെറിട്ടോറിയൽ എക്സ്ക്ലേവും കൂടി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇറ്റലിയുടെ ഭാഗമായിട്ട് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 ഐലൻഡുകളാണ്, ഒന്ന് സിസിലിയും മറ്റൊന്ന് സർദീന എന്ന് പറയുന്ന ഐലൻഡും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.